നമസ്കാരം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ മെച്ചപ്പെട്ട പോളിംഗ്. ആദ്യ മണിക്കൂറുകളിൽ മെച്ചപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്തെ 7 ജില്ലകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. മോക്ക് പോളിംഗിന് ശേഷം രാവിലെ 7-ന് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണുള്ളത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, KS ശബരിനാഥൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ രാവിലെ നേരത്തെ തന്നെ വോട്ട് ചെയ്യാനെത്തി. വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. കാലിക്കറ്റ് സർവകലാശാലയിൽ 4 വർഷത്തിനിടെ 157 വ്യാജ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തി. കാലിക്കറ്റ് സർവകലാശാലയുടെ പേരിൽ കഴിഞ്ഞ 4 വർഷത്തിനിടെ 157 വ്യാജ സർട്ടിഫിക്കറ്റുകൾ വിദേശത്തുള്ള സ്ഥാപനങ്ങളും സ്വകാര്യ കമ്പനികളും പരിശോധനയ്ക്കായി അയച്ച രേഖകളിൽ നിന്ന് കണ്ടെത്തിയതായി റിപ്പോർട്ട്. BTech, BA, BCom, BSc, PG എന്നിവ ഉൾപ്പെടുന്ന വിവിധ കോഴ്സുകളാണ് വ്യാജരേഖകളിൽ കൂടുതലും കണ്ടെത്തിയത്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ കൂടുതലായും തുടർ പഠനത്തിനും ജോലിക്കുമാണ് ഉപയോഗിച്ചിരുന്നത്. സർട്ടിഫിക്കറ്റുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സ്ഥാപനങ്ങൾ സാധാരണയായി ആധികാരികത പരിശോധിക്കാനായി സർവകലാശാലയിലേക്ക് അയക്കുന്ന രീതിയാണ്. പരിശോധനയിൽ സംശയം തോന്നുന്ന സർട്ടിഫിക്കറ്റുകൾ ടാബുലേഷൻ വിഭാഗം പരിശോധിച്ച് വ്യാജമാണെന്ന് സ്ഥിരീകരിക്കുന്നതോടെ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കും സർവകലാശാലയിലെ ലീഗൽ സെല്ലിനും പോലീസ് വകുപ്പിനും വിവരം കൈമാറുന്നു. 2018 മുതൽ ഇതുവരെ 39 കേസുകൾ പോലീസ് നടപടിക്കായി കൈമാറിയിട്ടുണ്ട്. ബാക്കി രേഖകൾ കൂടുതൽ നടപടിക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നാൽ വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ ഉറവിടം കണ്ടെത്തുക ഏറെ പ്രയാസകരമാണ്. പരിശോധനയ്ക്കായി സർട്ടിഫിക്കറ്റുകൾ അയക്കുന്നത് പലപ്പോഴും സ്വകാര്യ ഏജൻസികളായതിനാൽ അപേക്ഷകരുടെ വിലാസം ലഭിക്കാറില്ല. കൂടാതെ പല രേഖകളിലും നൽകിയിരിക്കുന്ന രജിസ്റ്റർ നമ്പറുകളും തെറ്റായതിനാൽ വ്യക്തിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും പരാജയപ്പെടുന്നു. വ്യാജരേഖകൾ തടയുന്നതിനായി കഴിഞ്ഞ ഒക്ടോബറിൽ സിൻഡിക്കേറ്റ് തീരുമാനിച്ചതനുസരിച്ച് പരിശോധനയ്ക്കായി സർട്ടിഫിക്കറ്റ് അയക്കുന്നവർ അപേക്ഷകന്റെ വ്യക്തിവിവരങ്ങളും അംഗീകൃത ID കാർഡിന്റെ പകർപ്പും നിർബന്ധമാക്കണം. എന്നാൽ ഈ തീരുമാനം നടപ്പായിട്ടില്ല. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായി സർവകലാശാലയുടെ സ്വന്തം സോഫ്റ്റ്വെയർ തയ്യാറാക്കണം എന്ന 2019 തീരുമാനം ഇന്നുവരെ നടപ്പിലാകാതെ നിലവിൽ പരിശോധനകൾ സ്വകാര്യ സോഫ്റ്റ്വെയറുകൾ വഴി തുടരുകയാണ്. വോട്ട് ചെയ്യാനെത്തിയാൽ കുഴഞ്ഞു വീണ് മരിച്ചു. പെരുമ്പാവൂർ വെങ്ങോലയിൽ ഇന്ന് രാവിലെ 10:30-യോടെയാണ് സംഭവം. വെസ്റ്റ് വെങ്ങോല അമ്പലപ്പറമ്പിൽ വീട്ടിൽ രാഘവൻ നായരാണ് മരിച്ചത്. 80 വയസ്സായിരുന്നു. വെങ്ങോലയിലെ ഇസ്ലാമിക് കൾച്ചറൽ സെന്ററിലെ 1-ാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയപ്പോഴാണ് സംഭവം. ക്യൂവിൽ നിൽക്കുന്നതിനിടെ രാഘവൻ നായർ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ക്ലിനിക്കിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. അതിജീവതയെ അപമാനിച്ചു. സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. അതിജീവതയെ സമൂഹ മാധ്യമത്തിൽ അപമാനിച്ച കേസിൽ കോൺഗ്രസ് നേതാക്കളായ സന്ദീപ് വാര്യർ, രജിത പുളിക്കൽ എന്നിവരുടെ മുൻകൂർ ജാമ്യഹർജി പരിഗണിക്കുന്നത് ഡിസംബർ 10-ലേക്ക് മാറ്റി. കോടതി കേസ് പരിഗണിച്ചപ്പോൾ പോലീസ് റിപ്പോർട്ട് പ്രോസിക്യൂഷൻ ഹാജരാക്കാത്തതിനാലാണ് കേസ് പരിഗണിക്കുന്നത് മാറ്റിയത്. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കേസ് പരിഗണിക്കുന്നത്. 1-ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ ചട്ടവിരുദ്ധ നടപടിയുമായി ശ്രീലേഖ. കോർപ്പറേഷനിൽ NDAയ്ക്ക് മുൻതൂക്കമെന്ന പ്രീപോൾ സർവേ ഫലം ശ്രീലേഖ സമൂഹമാധ്യമത്തിലൂടെ പങ്കുവയ്ക്കുകയായിരുന്നു. സംസ്ഥാനത്തെ തെക്കൻ ജില്ലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 1-ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെയാണ് ചട്ടവിരുദ്ധ നടപടിയുമായി ശ്രീലേഖ രംഗത്തെത്തിയത്.